ഇന്നുണ്ടല്ലോ ഒരു ബിരിയാണി തയ്യാറാക്കൽ വീഡിയോ ആണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. പക്ഷേ നിങ്ങൾ സാധാരണ കണ്ടിരിക്കുന്ന ബിരിയാണി പോലെ ആയിരിക്കില്ല അത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണോ അത് ഒറ്റയ്ക്കായിട്ട് വാങ്ങിയതാണോ എന്ന് ഓർമ്മയില്ല. കാരണം വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിലും മീതെയായി. അപ്പോൾ എന്തായാലും അതിലുള്ള മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഒന്നിലേക്ക് ഒരടുപ്പത്ത് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ തലേദിവസം കറി വയ്ക്കാൻ വേണ്ടി വാങ്ങിയപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്. ചെറിയ പീസാണ്, ബിരിയാണി പീസല്ല. പക്ഷെ വേഗം വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതന്നെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആ ഒരു പാക്കറ്റിലുള്ള മസാല, ബിരിയാണി മസാലയുടെ ആ ഒരു പൗഡർ ഫോമിലുള്ളതും പേസ്റ്റ് പോലെയുള്ളതും ചേർത്ത് കൊടുത്ത് ചിക്കൻ്റെ കൂടെ വേവിക്കാൻ വെക്കാൻ കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് അരിക്കുള്ള വെള്ളം തിളച്ചു, അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഞാനൊരു 20 മിനിറ്റോളം കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള 2 കപ്പ് ബാസ്മതി റൈസാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. അത് ചേർത്ത് നന്നായി ഇളക്കി അതൊരു 3/4 ഭാഗത്തോളം വേവാകുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി ഒരു അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം വെള്ളം വരാനായിട്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് ഇതുപോലെ തന്നെ ഒരു 3/4 ഭാഗത്തോളം തന്നെ ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവണം. ആ സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് സവാള ഒന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വറന്ന് വരുന്നുണ്ട്. ബാസ്മതി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുത്ത ശേഷം വറുത്ത് വെച്ചിട്ടുള്ള സവാളയും ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ഇതുപോലെ നിരത്തി കൊടുക്കുക. 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. അതിനുശേഷം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി റെഡി. രാവിലത്തെ തിരക്കുകളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.